നോക്കട്ടെ മുത്തശ്ശ. എന്നാലും തുറന്ന് കാണിക്കുന്നേ. നമുക്ക് മുത്തശ്ശൻ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. നോക്കട്ടെ. ആയിട്ടില്ലല്ലേ? ആയിട്ടില്ലല്ലേ? Oh my god, oh my god. അത്രയില്ല. ഉണ്ട്, പക്ഷെ ലേശം കുറവ് പോലെ. പക്ഷെ കുഴപ്പമില്ല, ഇനി അവസാനം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അമ്മ എവിടെയെന്ന് എനിക്കറിയില്ല. അമ്മ അങ്ങോട്ട് പോയി തോന്നുന്നു. എന്താ ഉണ്ടാക്കണെന്ന് പറഞ്ഞേ? എന്താ ഉണ്ടാക്കണെന്ന് പറഞ്ഞേ? ലിവർ. എന്തിന്റെ ലിവർ? ആടിന്റെ. എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടില്ലല്ലോ. പക്ഷെ അത് മുത്തശ്ശൻ വിളിച്ചില്ലല്ലോ എന്നെ. പറയണോ? പറയുന്നോ? ഇങ്ങനെ ഉണ്ടാക്കാന്ന് അത് പറയണം. ആദ്യം കഷ്ണങ്ങളൊക്കെ ശരിയാ. അത് പറഞ്ഞു പറയണ്ട. അത് പറയണ്ട. അത് എണ്ണ അടുപ്പത്ത് പാത്രം വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ വെച്ച് 2 കടുകിടുക. പിന്നെ അതിൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ പാടെയുള്ള കറിവേപ്പിൻ്റെ കൂടി വറക്കുക, വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെന്താ, ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ച് അതിലിടുക, വെച്ചിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് മറ്റേതെല്ലാം മസാലയൊക്കെ കൂട്ടി ഇറക്കിയത് ഇതിലൊഴിക്കുക. മസാല എങ്ങനെ? മസാല ഇങ്ങോട്ട് പറഞ്ഞ മസാല എന്ന് പറഞ്ഞാൽ മറ്റേ അരച്ച മസാല, മുളക്, മല്ലി, മുളക്. എന്തിനാ നമ്മൾ അരച്ചേ? മിക്സിയിൽ അരച്ച്. അമ്മയിൽ അരക്കില്ല, ആരായിരിക്കും. മതി പിന്നെ എടുത്തോക്കാം. നിളക്കട്ടെ ഞാൻ. അപ്പോൾ എന്തായാലും കേട്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മുത്തശ്ശൻ്റെ വക ഒരു തുടക്കം കുറിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ നമ്മുടെ ലിവർ. അപ്പോൾ മുത്തശ്ശൻ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ്. മുത്തശ്ശൻ നല്ലൊരു കുക്കാണ്. അത് ചില ഉപ്പേരികളാവട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശൻ മെയിനായിട്ട് ഉപ്പേരികളും അതുപോലെ ഇങ്ങനെ ചെമ്മീൻ, ചിക്കൻ, മട്ടൻ, അതൊക്കെയാണ് മുത്തശ്ശൻ്റെ സംഭവങ്ങൾ. അപ്പം ഞാൻ എപ്പോഴും മുത്തശ്ശനോട് ഉണ്ടാക്കാൻ പറയുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ചെമ്മീൻ റോസ്റ്റ് പോലെയും, പിന്നെ മട്ടൻ്റെ ഈ ലിവർ, കരളെന്ന് പറയുന്ന ആ സംഭവം. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ മുത്തശ്ശൻ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയും ടേസ്റ്റാണ് മുത്തശ്ശൻ ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയില്ല, ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് വായിൽ വേണമെങ്കിൽ വെള്ളം വരും. ആ ഒരു ടേസ്റ്റാണ് മുത്തശ്ശൻ്റെ സംഭവങ്ങൾ. ഈ രണ്ടും എന്താ പറയുക, തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂനൊക്കെ കിട്ടി തൊടിയിൽ നിന്ന്. അപ്പോൾ അത് മുറിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. അമ്മയാണെങ്കിൽ ചെമ്പരത്തിയുടെ ഇല പറിക്കാൻ പോയിരിക്കുമായിരുന്നു എനിക്ക് താളി തേക്കാനായിട്ട്. പിന്നെ അടുത്ത ആളതേ പീടികയിലേക്ക് പോവുകയാണ്. നമ്മൾ സാധാരണ പീടിക തന്നെയാണ് ഇപ്പോഴും പറയാറ്. അപ്പോൾ മുത്തശ്ശൻ്റെ പോക്കാണത്. എൻ്റെ ഇടയിൽ കണ്ടല്ലോ നമ്മുടെ മയിൽ വന്നപ്പോൾ അമ്മൂമ്മ കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോ സീസണിൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്കക്കൂട്ടാൻ. ചിലർ ചക്കപ്പുഴുക്കെന്ന് പറയും, ഞങ്ങളവിടെ ചക്കക്കൂട്ടാൻ എന്നാണ് പറയുന്നത്. അതൊരു വേറെയൊരു രീതിയിലാണ്. അത് എനിക്ക് ഈ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ആ മഴയത്ത് ഈ ചൂടുള്ള ചക്കക്കൂട്ടാൻ കഴിക്കാനും നല്ലൊരു കൊതി തോന്നി. അപ്പം അവിടെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ കൂൻകറി ഉണ്ടാക്കി കഴിഞ്ഞു. ഈ കൂൻകറി നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കറിയാണ്, പക്ഷേ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനമാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടെ പുറത്തേക്ക് ഇറങ്ങി ടൗണിലേക്ക്, ചെർപ്പളശ്ശേരി ടൗണിലേക്ക്. ഞാൻ ഏകദേശം തിരിച്ചു വരാറായ ഒരു സമയമായിരുന്നു. അപ്പോൾ കുറച്ച്
അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ ഈ പച്ച കുറുക്കുറെ എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ നമുക്ക് കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. മാങ്ങ അധികം കിട്ടില്ല, മാങ്ങ ഉണ്ടെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വാങ്ങാം. പക്ഷെ ഭയങ്കര കാശായതുകൊണ്ട് വാങ്ങാറില്ല. അതുപോലെ മാതളങ്ങ കിട്ടാറില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ചെർപ്പശ്ശേരി ടൗൺ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുമായിരുന്നു. പോയപ്പോഴും എനിക്ക് കുറച്ച് സാധനങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടു. അതായത് ഞാവൽപ്പഴം. ലാസ്റ്റ് ടൈമും ഞാൻ വന്നത് ജൂലൈ സമയത്തായിരുന്നു. അപ്പം റംബൂട്ടാനും ഞാവൽപ്പഴം ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ചിലപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും വാങ്ങിക്കാറുണ്ട്. അപ്പം ഈ ഞാവൽപ്പഴവും റംബൂട്ടാനൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ എവിടെ കണ്ടാലും അത് വാങ്ങിക്കും. അല്ല, എനിക്കിഷ്ടമെന്ന് അറിയുന്നത് കൊണ്ട് അച്ഛനാണെങ്കിലും സൂ ആണെങ്കിലും അല്ലെങ്കിൽ ചന്ദ്രലീച്ചയെ കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇനി കാണുന്നത് കുട്ടിമാമയുടെ ആൾക്കാരായിരുന്നു, ആടും പൂച്ചയും ഒക്കെ. അപ്പം നമ്മൾ രാത്രിയാകുമ്പോൾ കുട്ടിമാമയുടെ അവിടേക്കൊക്കെ ഒരു വിസിറ്റ് നടത്താറുണ്ട്. പിന്നെ വീട്ടിലെ സന്ധ്യാസമയം എന്ന് പറയുന്ന ഒരു സീരിയൽ സമയമാണ്, ഒരു എല്ലാ വീട്ടിലെ പോലും. അപ്പോൾ ഞാനും ഇടയ്ക്ക് അതിൻ്റെ ഫാനായി മാറാറുണ്ട്. ആ സമയത്താണ് അമ്മൂമ്മയുടെ മസാജൊക്കെ ഉണ്ടാവുക. അമ്മൂമ്മയുടെ മസാജ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര മസാജാണ്. നമുക്ക് നല്ല സുഖം തോന്നും. പക്ഷെ കുറച്ച് വേദനിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മസാജാണ്, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊട്ട് ഇവിടെ ഇവിടെ ഉണ്ടാകും. എണ്ണയ്ക്കാൻ വിളിക്കുന്നത് പിന്നെ അല്ല, അപ്പൊ നിറയെ എണ്ണ തേച്ചിരുന്നേ അവിടെ ഫോട്ടോ നേരത്തെ ഫോട്ടോ ഇവിടെ എൻ്റെ കയ്യിൻ്റെ മേലെ. ആക്ച്വലി ഇത് ഏതൊക്കെ ദിവസത്തെ വീഡിയോ എന്ന് എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഏതൊക്കെയോ കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തത് കുറച്ച് കാണാം. ഇതിൻ്റെ വിളക്കിൽ എന്തെങ്കിലൊന്നും കാണിക്കുന്നില്ലല്ലോ. വെളിച്ചം കണ്ടെന്താ അറിയാം, മറ്റേര് വരും. കുറച്ച് തൊടിയിലെ സാധനങ്ങൾ, നമ്മുടെ മുളക്, അതുപോലെ ജാതിക്ക, പിന്നെ ഇത് ഇഞ്ചിയോ മഞ്ഞളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോഴാണ് ഞാൻ കാപ്പിച്ചെടിയിൽ ഒരു കിളിക്കൂട് കണ്ടത്. എനിക്ക് എത്തുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഇത്ര എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ കാപ്പിക്കൂരുമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ചീനിമുളകിൻ്റെ ചെടി ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം നമുക്കൊരു പ്രത്യേക ഒരു ഫീലല്ലേ, അപ്പോൾ അങ്ങോട്ട് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പെപ്പറോമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, മഷിത്തണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലാസ് 8ലായിരുന്നു. വിപിന മിസ്സായിരുന്നു നമ്മുടെ സയൻസ് ടീച്ചർ, ബയോളജി ടീച്ചറാണെന്ന് തോന്നുന്നു. അപ്പം ഇതുകൊണ്ട് നമുക്ക് മായ്ക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ തൊടിയിലൊക്കെ പോയി ഇങ്ങനെ നോക്കുമായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മുടെ തൊട്ടാവാടി, പണ്ട് അവിടെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്, കാർത്തിക ചേച്ചി. എനിക്കിട്ടൊരു പേരായിരുന്നു തൊട്ടാവാടി. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം കരയുമായിരുന്നു. പിന്നെ കുരുമുളക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഒരു ചെടിയിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തൊന്നും മാത്രം. പിന്നെ നമ്മുടെ ചെമ്പരത്തി, പലതരത്തിലുള്ള സംഭവങ്ങൾ, പിന്നെ മത്തൻ പൂവ്, അതൊക്കെയായിരുന്നു അന്ന് ഞാൻ എടുത്തുകൊണ്ടിരുന്ന കുറച്ച് വീഡിയോസ്. പിന്നെ അവിടെ വീട്ടിലെ മയിലും മാത്രമല്ല, അവരെ പന്നി വരും, ചിലപ്പോൾ കുറുക്കനുണ്ടാവുമായിരിക്കും. പിന്നെ കുരങ്ങന്മാരും ഉണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട്. അപ്പോൾ കുരങ്ങന്മാർ വരുന്ന സമയത്ത് അവരെ പേടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു മുഖംമൂടിയാണിപ്പോൾ ഇത്. അപ്പം ഞാനത് വീട്ടിൽ വിളിച്ച സമയത്ത് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പിന്നെ ഉച്ച സമയമാകുമ്പം ഞങ്ങളുടെ ഒരു കിടത്തമുണ്ട്, താനൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മൂമ്മ ഒരു വീഡിയോയിൽ മാങ്ങ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു വെളിച്ചം കാണിക്കരുത് എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മ ഭരണിയിൽ കുറച്ച് കാലം മുന്നേ ഇട്ട് വെച്ചതായിരിക്കും. അപ്പോൾ വെളിച്ചം കണ്ടത് പൂപ്പൽ വരും. അമ്മൂമ്മ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.